ഓ വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണേ. കണ്ടില്ലേ നമ്മളെ കിടിലൻ ടേസ്റ്റിലൊരു പൊട്ടാറ്റോ ഫ്രൈ. എന്ത് ഈസിയാണെന്നറിയാവോ? വെഡ്ജസിൻ്റെ കണക്കൊക്കെ കണ്ടില്ലേ, പൊട്ടാറ്റോ വെഡ്ജസ് പോലെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് കണ്ട ഇതേപോലെ എടുത്ത് ഇടണേ. ഞാൻ ഒരു കിഴങ്ങ് വെച്ചിട്ടുണ്ട് കാണിക്കാനായിട്ട്. പൊട്ടാറ്റോ ഇങ്ങനെ രണ്ടായിട്ട് എടുത്തിട്ട് ഇതേപോലെ കഷ്ണങ്ങളായിട്ടേ ഇങ്ങനെ എടുക്കണം. ഇതൊരു 6 കിഴങ്ങുണ്ട് ഇപ്പം. ഇത് വെള്ളത്തിൽ ഇട്ട് 2-3 വെള്ളത്തിൽ ഇത് കഴുകിക്കളയണേ. കഴുകിക്കളഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചേ. ഇത് നോക്കിയേ, കുറച്ച് വെള്ളം ഇതിനകത്ത് റബ്ബറൊന്നും ഇട്ടിട്ടില്ലേ. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പ് കേട്ടോ, ശകല ഉപ്പ് ഇടാവുള്ളൂ. കാര്യം ഇതിനകത്ത് ഉപ്പ് ചേർക്കാനുള്ളത് അത്രയും മതി. ശകല ഉപ്പ് ഇട്ടിട്ട് ഇതിലോട്ട് ഈ കഴി എടുത്തുകൊണ്ട് വന്ന പൊട്ടാറ്റോ ഇല്ലേ, അതെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കേ. ഇതൊരു 3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അങ്ങനെ തിളപ്പിക്കേണ്ട, ഇതൊന്ന് ഇതുപോലെ വെറുതെ ഒന്ന് എൻ്റെ കവറിഞ്ച് വെച്ച് കൊടുക്കേ. ഒന്ന് തിളച്ച് ഒരു 3 മിനിറ്റ് തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിന്നെടുക്കാം. നമ്മുടെ കിഴങ്ങ് ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ, അത്രയും മതി. 2-3 മിനിറ്റിനകത്ത് ആവാവുള്ളൂ, അതിൽ കൂടുതൽ വേവിക്കല്ലേ. ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി ഇടണം. ഇനി നമുക്കിതെല്ലാം വെള്ളത്തിൽ നിന്നെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കേ. ഗ്യാസ് ഓഫാക്കാം. ഇനി ഇത് ഒന്ന് ഇതിൻ്റെ ചൂടൊന്ന് മാറി കിട്ടട്ടെ, ഇതോടെ ഇരിക്കട്ടെ. നമ്മുടെ കിഴങ്ങെല്ലാം തണുത്തിട്ടുണ്ട്. ഞാനിതൊരു ഉരുളിയിലോട്ട് ഇട്ടു കേട്ടെ, ഒരു വലിയ പാത്രത്തിൽ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതിനകത്ത് കുറച്ച് ഉപ്പ്, ഇത് ശക്കല ഉപ്പല്ലേ ഇട്ടിട്ടുള്ളായിരുന്നു. ഇതിനകത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിനകത്ത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതിനകത്ത് കുറച്ച് സീസണിങ് ഇട്ട് കൊടുക്കേ. ഏകദേശം ഒരു ടീസ്പൂണോളം ഉണ്ടേ. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതിലോട്ട് ഒരു മുട്ട,
എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. ഞാൻ കുറച്ച് എണ്ണ വെജിറ്റബിൾ ഓയിലാണേ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സാവധാനം ചെയ്യണേ, ധൃതി പിടിച്ച് ചെയ്തെല്ലാം. അത് 2-3 മിനിറ്റിനകത്തിനുള്ളിൽ കിഴങ്ങ് തിളച്ച വെള്ളത്തിൽ നിന്ന് എടുക്കുകയും ചെയ്യണേ. മതിയേ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് പൊടിയേ. ഇതിപ്പോൾ ഞാൻ 2 കഷ്ണം ബ്രെഡ് പൊടിച്ചതേ. മതി, ഇത് ഇങ്ങനെ ഇത്രയും മതിയേ. ഇനി നമുക്ക് എണ്ണ റെഡിയായി കിടക്കുകയാണ്. ഇതേ നല്ല ചൂടായി കിടന്ന എണ്ണയാണ്. ഞാൻ തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇതിന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കാം. കാണുന്നുണ്ടോ? ഇല്ലല്ലേ. ഇത്രയും മതിയേ. ഇനി തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇത്ര കൂട്ടണ്ട, സിമ്മിനും കുറച്ചുകൂടെ ഇട്ട് വറുത്തെടുക്കാം. ഇനി റെഡി ആകുന്നത് നോക്കാം. നമ്മുടെ പൊട്ടാറ്റോ എല്ലാം റെഡിയായി. അതേ സമയമൊന്നും കിടക്കും കേട്ടോ. മതിയേ. ഞാൻ തീ ഒന്ന് കുറച്ച് ഇതൊന്ന് അതുപോലെ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. പൊട്ടാറ്റോ വേവിച്ചില്ലെങ്കിൽ, ഒന്ന് തിളപ്പിച്ചെടുത്തില്ലെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ഈ പൊട്ടാറ്റോ ഇങ്ങനെ വെച്ചിരിക്കുന്നില്ലേ, ഇതുപോലെ തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ പച്ച പൊട്ടാറ്റോയാണ് ഇങ്ങനെ ഇടുന്നത്. കഴിഞ്ഞ് ഇങ്ങനെ അരിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങും. നമ്മൾ അടുത്ത ട്രിപ്പ് ഇടുമ്പോഴത്തേക്ക് മൊത്തം വെള്ളമായിരിക്കും.
അതായത് ചെറുതായിട്ടൊന്ന് വാട്ടുന്നത്. ഇനിയിപ്പോൾ ഇത് ഒരു വട്ടവും കൂടി ഇടാനുള്ളതുണ്ടേ. തീ കുറച്ച് കൂട്ടി കൊടുക്കാം. ഒരു മീഡിയത്തിൽ വെച്ച് കൊടുക്കേ. ഇതുകൂടെ റെഡിയാവും. നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് കിഴങ്ങും റെഡിയായേ. തീ ഒന്ന് കുറയ്ക്കാം. ഇനി അടുത്ത ട്രിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കേ. കഴിഞ്ഞേ. ഇനി തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി ഇതുകൂടെ ഒന്ന് റെഡിയായി എടുക്കാം. നമ്മുടെ പൊട്ടാറ്റോ എല്ലാം റെഡിയായി. ഓക്കെ, പക്ഷേ ഇത് ചൂടോടെ തന്നെ ഉപയോഗിക്കണേ, അല്ലെങ്കിൽ തണുത്ത് പോയാൽ ഗ്യാസ് ഓഫാക്കേ. ഇതൊക്കെ ഒന്ന് ഞാൻ തണുത്തിട്ട് വേറൊരു പ്ലേറ്റിലോട് സെറ്റ് ചെയ്യാം. കണ്ടില്ലേ നമ്മളെ കിടിലൻ ടേസ്റ്റിലൊരു പൊട്ടറ്റോ ഫ്രൈ. എന്ത് ഈസിയാണെന്നറിയാവോ. ഇത് ഒന്ന് പൊട്ടറ്റോ അരിഞ്ഞെടുത്ത് 1-2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി കേട്ടോ. തിളച്ച വെള്ളത്തിലിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് ഇട്ടാൽ മതി. പിന്നെ ഇതുപോലെ വലിയ കഷ്ണമായിട്ട് എടുക്കുകയും വേണേ. ഞാൻ പറഞ്ഞില്ലേ, പൊട്ടറ്റോ വേവിക്കാതെ ഇത് ചെയ്യാം. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രിപ്പ് ഇട്ടെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. 2-3 ട്രിപ്പ് ഇട്ടെടുക്കണമെങ്കിൽ അത് വെള്ളമാവും. പിന്നെ പച്ച പൊട്ടറ്റോയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ കിഴങ്ങിൻ്റെ വെള്ളം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ ടൊമാറ്റോ സോസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇത് ടേസ്റ്റാണെന്നറിയാവോ. നല്ല ക്രിസ്പിയാണിത്. ഓക്കെ, കണ്ടാ ചൂടുണ്ട്. ഉള്ളു നല്ല സോഫ്റ്റും അകം നല്ല പുറം നല്ല. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ എടുത്ത് ഈ സോസിൽ മുക്കി പിന്നെ മയണൈസ് ഉണ്ടെങ്കിൽ അത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ നല്ലൊരു സ്നാക്കാണേ, ഈവനിങ് സ്നാക്ക്. നല്ല രസം കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ.